ഇത് കിഴിശ്ശേരി മുണ്ടക്കൽ റോഡാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ മലയ്ക്ക് മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് കിഴിശ്ശേരിക്കടുത്തുള്ള, അതായത് മലപ്പുറം കിഴിശ്ശേരിക്കടുത്തുള്ള ചുള്ളിക്കോട്ടിലെ ചുണ്ടത്തിച്ചോല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇവിടെ പണ്ടൊക്കെ കേൾക്കാറുണ്ട്, ഒരു നരിമടയുണ്ട് ഈ ചുള്ളിക്കോട് സൈഡിൽ. അത് വളരെ അധികം ദൂരത്തോട്ട് ഒരു ഗുഹ പോലെ ഉള്ളോട്ട് പോകുന്നുണ്ട്. അതിന് പല വിധമായിട്ടുള്ള ഹിസ്റ്ററികളുണ്ട് എന്ന് കേൾക്കാറുണ്ട്. ഞാനിന്നിപ്പോൾ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഗുഹയിലോട്ടൊന്ന് കയറി നോക്കാം. ഓക്കെ, വരും. നല്ല സൗണ്ട്. ഞാനിപ്പോൾ സെക്കൻഡ് ഗുഹേൻ്റെ ഒരു സൈഡിലൂടെയാണ് കയറുന്നത്. മെയിൻ പണ്ടുണ്ടായിരുന്ന ആ കവാടം ഇപ്പം മണ്ണ് വീണ് അടഞ്ഞു. അപ്പം അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ഈ ഗുഹയുള്ളത്. സൈഡിലൂടെ കണ്ടൊരു ഗ്യാപ്പിലൂടെ കയറിയതാണ്. നമുക്കവിടെ വവ്വാലുകളൊക്കെ കാണാം. കുറച്ചും കൂടെ ഉള്ളോട്ടൊന്ന് പോയി നോക്കാം. വവ്വാലുകൾ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ഒരയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കയറി അതിൻ്റെ ഉള്ളോട്ട് വന്നു. അകത്തോട്ട് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഗുഹ പോലുള്ള സ്പേസാണുള്ളത്. ഓക്കെ, അതിനുള്ളിലൂടെ ഞാൻ കയറുന്നതിന് മുന്നേ ഈ അടുത്തുള്ള പരിസരവാസികളോട് ചോദിച്ചു എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത് എന്നുള്ളത്, അത് എത്ര ദൂരം പോകാമെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് ആ ചെറിയ ഒരു 2 അടി വ്യാസത്തിലുള്ളൊരു ഹോള് കാണും. ആ വ്യാസത്തിലുള്ള ഹോളിലൂടെ ഉള്ളോട്ട് കയറി ചെന്ന് ഇതേപോലത്തെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇവിടെ എന്തൊക്കെയോ ചിലപ്പോൾ മനഃപൂർവ്വം അവർ ഡിഗ് ചെയ്തിട്ടതാണ്, ആൾക്കാർ വന്ന് കയറിപ്പോയിട്ട് കുറച്ച് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. ഓക്കെ, ഇപ്പം എന്തായാലും അകത്തോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. നമുക്കിനി ഇതിന് മുകളിലുള്ള ഗുഹയൊന്ന് പോയി കണ്ടു നോക്കാം. നമ്മളങ്ങനെ നടന്നു വന്നു. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് ആ ഗുഹയ്ക്ക് മുകളിൽ തന്നെയാണ്. ഇതിനടിയിലാണ് ആ ഗുഹയുള്ളത്. ഞങ്ങൾ ആദ്യത്തെ ഗുഹയിലോട്ട് നടന്നിങ്ങനെ പോവുകയാണ്. നല്ല കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ശ്വാസം കിട്ടുന്നില്ല കറക്റ്റായിട്ട്. ഇതിൻ്റെ മുകളിലൊരു കേവ് ഉണ്ടെന്ന് പറഞ്ഞാൽ തപ്പി ഇറങ്ങിയതാണ്, പക്ഷെ കാണുന്നില്ല അത് എവിടെയെന്നുള്ളത്. ബാക്കോട്ടൊക്കെ നോക്കിയാൽ ഞങ്ങൾ വന്ന വഴി കാണാൻ പറ്റും. കുറച്ച് ഡേഞ്ചറസ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ പോയ വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കേവ്. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി മിസ്സാക്കിയതാണ്. ഓക്കെ, ഇവിടെ പണ്ട് ഏതൊരു മുസ്ലിംകാർ പണ്ട് ഇവിടെ തന്നെയാണ് താമസിച്ചെന്നൊക്കെ താഴത്തുനിന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു 3 കേവ്സിൽ ഏറ്റവും ടോപ്പിലുള്ള കേവ്. കണ്ടോ, ഭയങ്കര ചെങ്കുത്തായ പാറകളാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വീണ് കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഇലകളുള്ളതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം നടക്കാൻ. സ്ലിപ്പാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമ്മൾ 3rd കേവിൽ നിന്ന് 2nd കേവിൻ്റെ മുകളിലൂടെ ഇറങ്ങി ഇങ്ങനെ വരികയാണ്. വഴികളൊക്കെ കാണുമ്പോൾ ഡയറക്റ്റായിട്ട് തോന്നും, പക്ഷെ നമുക്ക് നടന്ന് വളരെ വളഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ. ഭയങ്കര സ്റ്റീപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് ആ റോഡിൻ്റെ അടുത്തുള്ളത് നമ്മളുടെ 3rd കേവാണ്. അപ്പം നമ്മൾ ഏറ്റവും താഴത്തുള്ള 3rd കേവിലെത്തി. ഇതാണ് കേവ്. ഓക്കെ, ഇത് ഫസ്റ്റ് കേവ് ചെറുതാണ്, ഏറ്റവും മുകളിലുള്ള. 2nd കേവാണ് ഏറ്റവും വലുത്. ഓക്കെ, അതിൽ മീഡിയം സൈസ് നിൽക്കുന്ന കേവാണ്. ഇത് ഏകദേശം ഒരു 2 മീറ്ററൊക്കെ ഉയരമുള്ളൂ. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കാം. ഇതിൽ 2 വഴികളുണ്ട്. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഡെപ്ത് ഉണ്ട് എന്നുള്ളത്. ഇതിനകത്ത് വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രശ്നം കാരണം കാണാൻ പറ്റുന്നില്ല. ഇവിടെയും ഈ സൈഡിലൂടെ ഒരു ഗിരി അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ ഉള്ള കേവ് പോലെ ഇതിവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. വെള്ളം വന്ന് ബ്ലോക്ക് ആയതായിരിക്കും. ഇതുമില്ല. എനിക്കിതെല്ലാം ബ്ലോക്ക് ചെയ്ത പോലെ തോന്നുന്നത് കണ്ടിട്ടോ. ആരും അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോൾ ഞങ്ങളിങ്ങനെ 3 കേവിൻ്റെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നന്നായിട്ട് വേർത്തു, ചൂടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് വേർത്തു. എന്തായാലും
മഞ്ഞുമ്മൽ ബോയ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഗുണ കേവിനെ പറ്റിയൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കേവ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മ വന്നത്. ഇതിന് ചുള്ളിക്കോടിൽ നിന്ന് അരിമട എന്ന് പറയാം. മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണത്. നമ്മൾ ആരും അധികം ശ്രദ്ധിക്കില്ല വെറുതെ പോകുമ്പോഴൊന്നും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കേവ്, തേർഡ് കേവ് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.